stage. Along with him, I would also like to invite the very talented actor Srinath Bhasi, Ganapati. Come on, can you report it? Our favorite actors here with us in the mall. Deepak Parambol. നല്ലൊരു കൈയ്യടി നൽകി തന്നെ ദീപകിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. Also requesting Arun Kurian to join the other actors on stage. ഇനി ഈ ഒരു t-shirt re-lookന് വേണ്ടി I would like to invite the face of Federal Bank Kochi Marathon, none other than the gorgeous actress Prachi Mehlan. And next, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ലിയോ സ്പോർട്സിന്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ ബാജു പോൾ, മിസ്റ്റർ MRK ജയറാം, മിസ്റ്റർ അനീഷ് പോൾ, മിസ്റ്റർ ശബരി നായർ. Ladies and gentlemen, വലിയൊരു കൈയ്യടി നൽകി തന്നെ ഇവരെ സ്വാഗതം ചെയ്യണം. Because these are the eminent individuals organizing this event for us. ഈ ഒരു വേൾഡ് ക്ലാസ് മാരത്തൺ, ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തൺ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ക്ലിയോ സ്പോർട്സ് ടീമാണ്. And here we have the team. I would also like to request the very talented actor and director Lal Jr. to join the others on stage. And of course, ഈ ഒരു സിനിമയുടെ സംവിധായകൻ, the name is enough, Chidambaram. So requesting the other cast and crew members also to come on stage. ബാക്കി crew members കൂടി സ്റ്റേജിലേക്ക് വരണം. സുഷിൻ, all the others. റീലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. So here we go. 3, 2, 1. Once again presenting before you the official t-shirt of Federal Bank Kochi Marathon 2024. Thank you so much. So Saubinka, Kochi Marathon, Federal Bank Kochi Marathon, February 11 നടക്കാൻ പോവാണ്. 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. So we have the entire team of Federal Bank Kochi Marathon here. അപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പേരും ഇവിടെ ഉണ്ട്. സോ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ നേരെ തിയേറ്ററിലോട്ട് വന്നിട്ട് മഞ്ഞൾ മനസ്സിലാക്കണം. അത് നല്ല ഒരു റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷപ്പെട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഈ വേദി ഒരു വോയിസിൽ വേദി തന്നതിൽ എല്ലാവരുടെ സന്തോഷം അറിയിച്ചു കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഇതോടുകൂടി നമ്മുടെ ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തന്റെ ഒഫീഷ്യൽ ടീഷർട്ട് ലോഞ്ച് സെറമണി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ വിശേഷങ്ങൾ പറയാം. സോ മഞ്ഞുമൽ ബോയ്സ് ടീം മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു അതേഴ്സ്. സോ ഞാൻ പേഴ്സണലി വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ നാട് മഞ്ഞുമലാണ്. അപ്പോൾ സത്യം ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തൊട്ട് എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഇത് നമ്മുടെ എറണാകുളം മഞ്ഞുമലിൽ നടക്കുന്ന കഥയാണോ അതോ വേറെ ഏതെങ്കിലും ഫിക്ഷണൽ സ്ഥലത്ത് നടക്കുന്ന കഥയാണോ? എനിക്ക് തോന്നുന്നു ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. പ്ലീസ് ചിദംബരം സർ. ഹലോ, ഹായ്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞുമലിൽ നടക്കുന്ന കഥ തന്നെയാണ്. ഇത് ശരിക്കുമുള്ള നടന്ന ഒരു സംഭവത്തിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. എല്ലാവരും ഇത് വന്ന് കാണാൻ നമ്മളെല്ലാവരും ഇതിൽ ഒരേപോലെ പ്രയത്നിച്ചിട്ടുണ്ട്. പ്ലീസ് കം ആൻഡ് വാച്ച്. ഐ അഷ്യൂർ യു ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. താങ്ക് യു. ഇനി നമുക്ക് സൗബിന്യയ്ക്ക് സിനിമയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് കേൾക്കാം. ഒന്നും പറയാനില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അഭിനയിച്ചൊരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ കാരണം ഇത് റിയൽ നടന്നൊരു സംഭവമായതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് അതിനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറേയധികം എല്ലാവരും കഷ്ടപ്പെട്ടില്ല. ആരാണെങ്കിലും ബോസിംഗ്സ് ആണെങ്കിലും അവിടെയൊക്കെയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ സ്റ്റേയിങ്. നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് താങ്ക് യു. ഇത്
നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയൊരു പടമാണ്. മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാർ ഒരുമിച്ച് കൊടൈക്കനാലിൽ പോയി അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡൂയിങ് ദ ഫിലിം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ പേഴ്സണലായിരുന്നു പടം. അപ്പോൾ ഐ ആം ഷുവർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, യു വിൽ ഫീൽ ഇറ്റ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ us. എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. കാണല്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസും നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും നമ്മൾ തന്നെ നോക്കി പറയുന്ന പോലെ ഇപ്പോൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. താങ്ക് യു. അടുത്ത കേട്ടപ്പതി. സന്തോഷമുണ്ട്. ജാനകൻ പോലെ തന്നെ ചിദംബരത്തിൻ്റെ രണ്ടാമത്തെ സിനിമ ആദ്യത്തെ ജാനകനാണ്. അപ്പം ജാനകൻ്റെ നമ്മളൊരു പറ്റം സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തൊരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് മോർ ദാൻ കാസ്റ്റിൻ്റെ ക്രൂ, നമ്മുടെ ഏതൊരാളും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂ തന്നെയാണ്. അതുകൊണ്ട് സോ ബ്ലെസ്ഡ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള തിയേറ്ററിൽ പോയി കാണാൻ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും ഈ സിനിമ. ഫസ്റ്റ് താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പടം അവസാനം ഇറങ്ങുമ്പോൾ പോയി പടം കാണാം. ഒരു തിയേറ്റർ ഫിലിമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നടന്നൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും പടം കാണാൻ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. I love you. I love you very much. വിഷ്ണു. ഹലോ, എൻ്റെ പേര് വിഷ്ണു. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പല പടത്തിന് പ്രൊമോഷൻ ഇവിടെ അങ്ങനെയുള്ള കുറേ വന്നതെന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര പ്രൗഡാണ്. അതുപോലെ ഈ പടത്തിന് ഭാഗമാകാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതാണ് മഷർ ഹംസ, കോസ്റ്റ്യൂം ഡിസൈനർ. സോ മഞ്ഞുമൽ ബോയ്സ്, നിങ്ങളെല്ലാവരും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് ടൂർ പോകുന്ന ആൾക്കാരാണല്ലോ. സോ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. സോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭയങ്കരമായിട്ടുള്ള തലങ്ങളെ കുറിച്ച് പറയുന്ന പടമാണ് ഇത്. ടു ബി ഓണസ്റ്റ്ലി എനിക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടത്തിൽ ഒരു ഭയങ്കരമായ സിനിമയായിട്ടാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സിനെ കണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും സിനിമ കാണും. ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവിയാണ് നമുക്ക് മനസ്സിലായി. ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. പുറകെ കുറച്ച് പേര് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഇവിടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ. എനിക്ക് ജനറലി ചമ്മലോടാണ് പുറകോട്ട് വേണ്ടിയിരിക്കുന്നത്. പടത്തിനെ പറ്റി പറയാനുള്ള വഴിയുണ്ടല്ല. പടം നല്ല രസമാണ്. എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഈ പടമൊക്കെ ഞാൻ ആയി. അതാണ് എൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും പടം കാണാൻ എൻജോയ്. താങ്ക് യു. ചന്തുവിനെ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സലീമുമാരുടെ മകനാണ് ചന്തു. വലിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് പോയി തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരോടും നന്ദി. സിനിമ കാണാൻ പോകുന്നവരോട് നന്ദി. കാണാതിരിക്കുന്നവരോട് എല്ലാവർക്കും ഒന്നുമില്ല.
കാലിക്കുര ഡയറക്ടറാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു മെട്രോ ബോയ്സ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ ആദ്യമായിട്ടാണ്. വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിൽക്കുന്ന എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഉറപ്പായിട്ടും തിയേറ്ററിൽ സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. വിവേക് ഹർഷൻ, എഡിറ്ററാണ് ഫിലിമിൽ. നമസ്കാരം. സിനിമ വളരെ എല്ലാവരും കാണുക. നമ്മുടെ മൂവിയൊക്കെ ഇന്റർവ്യൂ കൊടുത്ത ആളാണ്. സുഷിന് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട്? നമസ്കാരം. ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പടം ചെയ്തതിൻ്റെ. അപ്പം ആ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എന്നും ഉണ്ടാവും. അതായത് എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. OTT വെയിറ്റ് ചെയ്യരുത്, കാരണം തിയേറ്ററിൽ നിങ്ങൾ കിളി പോകും. അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ഒരു സോങ് പാടിയിട്ടുള്ള വേടനുണ്ട്. വേടനും സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്ന സോങ് ആയിട്ടുള്ള വണക്കം. പടവേഗം എല്ലാവരും ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട ഭയങ്കര ഒരു സർവൈവൽ മൂവി ആയിരിക്കും. ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. താങ്ക്സ്. ഓൾ താങ്ക്സ് ടു ചിദംബരം ചേട്ടൻ. ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ? അപ്പം എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നന്ദി. മ്യൂസിക് റെഡി ആവുന്നത് വരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? Come on. ഒരിക്കലും തീരാത്ത ഈരമുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഈരമുണ്ടല്ലോ. താങ്ക്സ് ഗൈസ്. Thank you so much. What a vibe, what a song. ഇനി നമ്മൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പോകുന്ന പാട്ടാണ്. So can we have a big round of applause? നല്ലൊരു കൈയ്യടി കൊടുക്കാൻ പോലെ entire team. So ഇനി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ ഒരു പാട്ട് നമ്മൾ സ്ക്രീനിൽ കാണാൻ പോവാണ്, കേൾക്കാൻ പോവാണ്. Requesting all your attention towards the screen. സൗബിൻ പാടണമെന്നൊക്കെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. സോ സൗബിൻ നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? റിലീസ് ഡേറ്റ് എന്നാണ്, എന്തൊക്കെയാണ് അവരോട് ഇനി പറയാനായിട്ടുള്ളത്? ഈ മാസം 24 2 ദിവസത്തിനുള്ളിൽ റിലീസ് ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെയധികം എന്താ പറയുക, ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണണം. കാരണം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 100% ഉറപ്പ് തരുന്നു. താങ്ക് യു.